സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന സ്നേഹമേ ആരാധന 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 ആയിരം ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. സുസ്തി കരങ്ങൾ വീശിക്കൊണ്ട് കൈകൾ വീശി മാലാഖമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ ദീപം സ്വസ്തി സ്വർലോകറാണി മാലാഖമാ. എല്ലാവരും ചേർത്ത് പാടട്ടെ. നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം ധന്യേ മഹത്വം പിറന്ന കന്യേ മനോഹരിതായേ ആമോദമാർന്നു നീവല്ല രക്ഷാസുരത്തിനുറവ. ആരാധനയുടെ ആശീർവാദത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷ കഴിയുന്നത്. ആരാധനയിലെ ആശീർവാദത്തോടുകൂടിയാണ് ശുശ്രൂഷ പൂർണ്ണമാകുന്നത്. അപ്പോൾ നിങ്ങൾ ഏറെ ഇനിയൊരു 1 മണിക്കൂർ മറ്റേ ശുശ്രൂഷ ഉള്ളപ്പോൾ അത് സമ്പൂർണ്ണമായി എന്ത് ത്യാഗം സഹിച്ചാൽ എനിക്കറിയാം നിങ്ങൾക്ക് നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിൽക്കുന്നവരുടെ കാല് കുഴയുകയും ഒരു താങ്ങ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഓർക്കുകയും ചെയ്യുന്ന സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇത്. ഒരേ സമയം സങ്കടവുമാണ്, അതേസമയം തന്നെ വലിയ അനുഗ്രഹവുമാണ്. കാര്യം വലിയ അനുഗ്രഹമാണെന്ന് ഈശോ പറഞ്ഞു. ഈ സമയത്ത് നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഇരുന്ന് ഞെരുങ്ങുന്നവർ നിങ്ങളുടെ ഈ ആരാധനയിൽ ഈശോനെ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. കർത്താവ് കുരിശിൽ കിടന്ന് കർത്താവിൻ്റെ ശരീരം ആണിൽ പഴുതിൽ തൂങ്ങി രക്തം വാർന്ന് പോയതിൻ്റെ പേരിൽ കർത്താവിൻ്റെ ശരീരത്തിനുണ്ടായ പലതരത്തിലുള്ള വേദനകൾ, കാലിനുണ്ടായ വേദനകളൊക്കെ നിൽക്കുന്നവർ സമർപ്പിക്കണം. നിൽക്കുന്നവരും ഇരിക്കുന്നവരും നിങ്ങളുടെ ശാരീരിക വേദനവും ഞെരുക്കവും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ കൂടെ നിങ്ങൾ കൂട്ടിവെക്കണം. കാര്യം ഇങ്ങനെ ഞാൻ പറയാൻ കാരണം, ഞാൻ ഇങ്ങോട്ട് എഴുത്ത് തുടങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങോട്ട് പോരാൻ പറ്റണില്ലായിരുന്നു. അപ്പോൾ ഞാനോട് ദൈവമേ, ഒരു കസേര പോലും ഇല്ലാതെ ജനം എങ്ങനെ നിൽക്കണം? നമുക്ക് കസേര ഇടാൻ പറ്റും, നമുക്ക് സ്ഥലമില്ല. അപ്പം നിങ്ങൾ നിൽക്കുകയല്ല, വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പം നിങ്ങൾക്ക് പറ്റിയൊരു മാർഗ്ഗം എൻ്റെ മനസ്സിലപ്പോൾ വന്നത്, നിങ്ങളുടെ പീഡാനുഭവങ്ങളെ നിങ്ങൾ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെക്കണം. കാര്യം പീഡാനുഭവങ്ങളെ, നമ്മുടെ പീഡാനുഭവങ്ങളെ കർത്താവിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ കഴിയും.
അതിന് ബൈബിൾ പറയുന്ന ഒരു പുതിയ പേരുണ്ട്. എന്താണ്? ജ്ഞാനസ്നാനം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെ അവൻ്റെ മരണത്തോടാണ് ഐക്യപ്പെട്ടിരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമ 6:3 ലേഖനമാണ്. നമ്മുടെ പീഡാനുഭവങ്ങൾക്കുള്ളൊരു മാർഗം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പീഡാനുഭവം എന്ത്, ഇപ്പോൾ ക്യാൻസർ ആയാലും തൈറോയിഡ് ആയാലും കരൾ രോഗമായാലും അത് കർത്താവ് എടുത്ത് മാറ്റുന്നവരെ നമ്മളെ ശരീരത്തിൽ അനുഭവിക്കുക. അങ്ങനെ അനുഭവിക്കുന്നവരെ ശ്രദ്ധിക്കണം. അത് ആ വേദനയെ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, റോമ 6:3 അനുസരിച്ച് കൊണ്ട് എൻ്റെ ശരീരത്തിലെ ഞാൻ അനുഭവിക്കുന്ന വേദനകളെ അങ്ങയുടെ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടി അങ്ങയുടെ സഹനങ്ങളോട് ഞാൻ ചേർത്ത് വെക്കുന്നു. ഏറ്റുപാടുക, ഏറ്റുപറയുക. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവിടുത്തോട് സംസ്കരിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതായത് ഇത് റോമാലേഖനമാണ്. 6:3-4 വാക്യങ്ങളാണ്. അപ്പം നിങ്ങളോർക്ക് നമ്മൾ ജ്ഞാനസ്നാനം ഈ ഇപ്പോൾ ഇരുന്ന് ഈ ഞെരിയണതും തമ്മിൽ ഇങ്ങനെ കാലുമുട്ട് 3 മണിക്കൂർ നിന്ന് കാല് കിടക്കണതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നമ്മൾ പണ്ട് ജ്ഞാനസ്നാനപ്പെട്ടില്ലേ? അതിന് ഈശോൻ്റെ ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനപ്പെട്ടതും ഇപ്പം നിങ്ങളിങ്ങനെ ശരീരത്തിലെ വേദന അനുഭവിക്കുന്നു. തൈറോയിഡ്, ക്യാൻസർ, എന്തെല്ലാം തരം രോഗങ്ങളാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. അമ്മ ഉള്ളത് കൊണ്ടൊരു വലിയ ആശ്വാസമാണ്. അമ്മ ഒരു തീരുമാനം എടുത്താൽ അത്രയേ ഉള്ളൂ നമ്മുടെ വേദന. അമ്മ തീരുമാനം എടുക്കണം. ഉടമ്പടി അമ്മ ഒരു തീരുമാനം എടുക്കണം. അതുകൊണ്ട് നമ്മളെപ്പോഴും കണ്ണിൽ എണ്ണയെ ഒഴിച്ച് ആ ഉടമ്പടിയോട് പൂർണ്ണത വിശ്വസ്തത പാലിക്കണം. ഇപ്പം നിങ്ങൾ ചോദിക്കുക, അച്ഛാ എൻ്റെ വേദന എങ്ങനെയാണ് കർത്താവിൻ്റെ ജ്ഞാനസ്നാനമായി മാറിയിട്ട് അത് എൻ്റെ വേദന ഞാൻ കർത്താവിൻ്റെ നാമത്തിലെടുക്കുമ്പോൾ എങ്ങനെയാണ് മരണത്തോട് ഐക്യപ്പെടണത്? നിനക്കറിയാമല്ലോ, മരണത്തോട് ഐക്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഉയർപ്പിനോട് പങ്കാളിത്തമാകും ഇല്ലേ? അതാണ് എൻ്റെ ടെക്നിക്കെന്ന് പറയണത്. മരണത്തോട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂക്കായുടെ സുവിശേഷം 12:50 ഈശോ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെയാണ് നമ്മുടെ തൈറോയിഡും കരളും ക്യാൻസറും ഒക്കെ നടുവേദനയൊക്കെ ജ്ഞാനസ്നാനമായി മാറണത്. അല്ല, ജ്ഞാനസ്നാനമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലൂക്ക 12:50 എന്താ പറയണേ? എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ട്. അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ എന്തുമാത്രം അസ്വസ്ഥനാണ്. ഇപ്പം കർത്താവിൻ്റെ ജ്ഞാനസ്നാനം എന്താ? കുരിശിലെ ബലിയാണ്. സഹനങ്ങളാണ് ഈശോ ജ്ഞാനസ്നാനം എന്ന് വിളിക്കണത്. ഇപ്പം എല്ലാ ജ്ഞാനസ്നാനവും നമുക്ക്, അതുകൊണ്ട് നമ്മുടെ എല്ലാ സഹനങ്ങളെല്ലാം ജ്ഞാനസ്നാനമാണെന്ന് ലൂക്ക 12:50 പറയും. അപ്പം അങ്ങനെ നമ്മുടെ സഹനങ്ങൾ, തൈറോയ്ഡായാലും ക്യാൻസർ ആയാലും ഉദരവേദനയായാലും കിഡ്നി രോഗമായാലും അതിൻ്റെ വേദനകൾ, അത് ജ്ഞാനസ്നാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈശോയുടെ മരണത്തോട് നമ്മൾ ഐക്യപ്പെടുകയാണ് ചെയ്യണത്. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ മരണത്തോട് നമുക്ക് ഭൂമി വെച്ച് തന്നെ ഐക്യപ്പെടാൻ പറ്റും. അങ്ങനെ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ഈശോയുടെ പുനരുത്ഥാനത്തിൽ നമുക്ക് പങ്കാളിത്തം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുവേ, അങ്ങനെ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല, യേശുക്രിസ്തുവാണ് എന്നിൽ, ഇല്ലേ? അല്ലേ? ഗലാത്യർ 2:20
ഗലാത്യ ലേഖനം 2:20. ഇങ്ങനെ നിൻ്റെ സഹനത്താൽ, ഭർത്താവിൻ്റെ സംശയമായാലും മതി. ചില ആൾക്കാർ വെള്ളം അടിച്ചുകൊണ്ട് ഇങ്ങനെ കണാ കുണാ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കില്ല. നമ്മൾ ഉറക്കത്തില്ലല്ലോ ഇല്ലേ? 8 മണിക്ക് വരഞ്ഞ് കയറി വന്നിട്ട് അപ്പം സംസാരിക്കാൻ പെയ്തും പെരക്കും ഭ്രാന്തമായിരിക്കണം. ചില സമയത്ത് ഒലക്കെടുത്ത് തല്ലി കൊല്ലാൻ തോന്നിപ്പോയി നോക്കും. കാര്യം നമുക്ക് സൂര്യകടല്ല ഇത്. നമ്മളെങ്ങനെങ്കിലും സന്ധ്യയാകുമ്പോൾ എങ്ങനെയെങ്കിലും ജോലിയും കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ ജോലിയും കിടന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ വിചാരിക്കുമ്പോൾ ഈ വേണ്ടതും വേണ്ടാതൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്ത ഈ ഭ്രാന്തന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം തന്നെ പറയും ഒറ്റ തല്ല തല്ലിയാൽ മതിയല്ല, അവസാനിക്കുമല്ല പിശാച്. എന്തൊരു മാനസിക സംഘടനമാണല്ലേ. അപ്പോഴേ താറയെ വെച്ച് പറഞ്ഞു ഓർക്കണം, നിൻ്റെ ഭർത്താവ് നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുകയാണ് യേശുക്രിസ്തുവിൽ. ഇത് ദമ്പതി കൂട്ടായ്മയല്ലേ ഇല്ലേ? അതാ ഇപ്പം അങ്ങനെ ഈശോ പറയണേ, നിൻ്റെ ഭർത്താവ് നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുകയാണ് എന്ന് വെച്ചാൽ നിൻ്റെ ഭർത്താവ് നിന്നെ ഐക്യപ്പെടുത്തുകയാണ്. മനസ്സിലായോ? നിൻ്റെ ഭർത്താവ് നിന്നെ ഐക്യപ്പെടുത്തുന്നു. എങ്ങോട്ടാണ്? കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനത്തോട് ഈശോയോട് ഐക്യപ്പെടുത്തുകയാണ്. ആളിന് ഇതിലൊക്കെ അറിയാം. അതല്ലേ ഈ സഹനങ്ങളിലെല്ലാം ആളും മിണ്ടാണ്ടിരിക്കണത്. നിങ്ങളിടക്ക് അമ്മയോട് ഇന്ന് മുട്ടിപ്പേ നിന്ന് ഉടമ്പടി ചെയ്തിട്ട് പറയണം, അമ്മേ ഞാൻ അമ്മയുടെ മകളാ, സ്വന്തം മകൾ. ഞാൻ അമ്മയുടെ മകനാണ്, സ്വന്തം മകൻ. ഉടമസ്ഥതയാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിരിക്കണം. ഇപ്പോൾ ഉടമ്പടി തന്നതിന് ശേഷം വന്നിട്ടുള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിരിക്കണത്, ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അമ്മയുടെ ഉടമസ്ഥതയിൽ വരും. ഉടമസ്ഥതയിൽ വന്നാൽ അമ്മയുടെ വകയാവും. വകയായി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തൊടാൻ പറ്റുകയില്ല. അപ്പം അതല്ല ആ കൊച്ചിനോട് പറഞ്ഞത്, നിൻ്റെ ശരീരത്തിൽ ഇനി കത്തി വെക്കത്തില്ല. അമ്മയുടെ തീരുമാനമാണ് പറയണത്. അപ്പോൾ ഡോക്ടർമാർ വേണമെന്ന് പറഞ്ഞാലും അന്തിനിമിഷങ്ങളിൽ ഡോക്ടർ വന്നിട്ട് അമ്മ അതെടുത്ത് മാറ്റിക്കളയും. അതാ സാക്ഷിയിൽ നമുക്ക് കേട്ടത്. കത്തി അതൊരു അമ്മ തീരുമാനമാണ്. അമ്മയുടെ വകയുണ്ട്, അമ്മയുടെ വകയുണ്ട്. അവിടെ ആവശ്യമില്ലാത്തവർക്ക് കയറി കളിക്കാൻ പറ്റത്തില്ല. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ഈ ഒരു ബോധം ഉണ്ടാവണം. ശ്രദ്ധിച്ച മക്കളെ, യേശു സ്വതമല്ലേ. ആരാധന, ദൈവമേ ആരാധന. അപ്പോഴേ യേശു ഇപ്പം ഇങ്ങനെ വരുന്ന ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് വരുന്ന സഹനങ്ങളെ അത് ജ്ഞാനസ്ഥാനമായിട്ട് സ്വീകരിച്ച് ഈശോയുടെ നാമത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈശോയിൽ ജ്ഞാനസ്ഥാനം സ്വീകരിക്കാൻ അപ്പോഴെന്ത് പറ്റും? കർത്താവിൻ്റെ മരണത്തോടാണ് ഐക്യപ്പെടുന്നത്. എന്നുവെച്ചാൽ 8 മണി തൊട്ട് രാത്രി 11 മണി വരെ ഇരുന്നുകൊണ്ട് ലഭ്യം പറഞ്ഞുകൊണ്ട് പെയ്തും പെറുക്കിയിരിക്കണ ആളിൻ്റെക്ക് നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ തോന്നിപ്പോയി. അപ്പോൾ മക്കൾ പറയും, അമ്മ മിണ്ടാണ്ടിരി, അമ്മ മിണ്ടാണ്ടിരി, അമ്മ മിണ്ടാണ്ടിരി, ഞങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾ ഗുസ്തി നടത്തിക്കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നീ ഓരോ ദൈവം ശരി, മകളുടെ ഇനി അവരുടെ പരീക്ഷ മാർക്ക് കുറയണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അമ്മ മിണ്ടാണ്ടിരിക്കും. അമ്മ ഈ മനുഷ്യൻ പറയണതിനെല്ലാം നോക്കും മറുപടി പറയാനുണ്ടേ. ഇപ്പം മകളെന്താ പഠിക്കണം, മകളെന്താ പറയണം, അമ്മ മിണ്ടാണ്ടിരി എന്താ കാര്യം, നിങ്ങൾ തമ്മിൽ ഗുസ്തി ആയിക്കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാ മിണ്ടാണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മിണ്ടാണ്ടിരുന്നത്? മകളുടെ 2 മാർക്ക് പോകാതിരിക്കാൻ വേണ്ടി മകൾക്ക് വേണ്ടിയാണ് മിണ്ടായിരുന്നത്. അതാണ് മണ്ടത്തിലായി പോയത്. അപ്പോൾ പറയണം, ഞാൻ നീ പഠിക്കണമല്ല പ്രശ്നം, ഞാനും മിണ്ടാണ്ടിരിക്കും. കാരണം എന്താ, ഇതൊരു ജ്ഞാനസ്ഥാനമാണെന്ന് കൃപാസനത്തിൽ നിന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഞാനിതുവഴി കർത്താവിൻ്റെ സഹനത്തോട് ഐക്യപ്പെടുകയാണ്. കർത്താവിൻ്റെ സഹനത്തോട് ഐക്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഗലാത്യർ 2:20 വർക്കൗട്ട് ചെയ്യും. എന്താ 2:20? ഞാനല്ല, യേശുക്രിസ്തുവാണ് എന്നെ ജീവിക്കണമെന്ന്. മനസ്സിലായില്ലേ? ഭർത്താവിനെന്ന് സംശയരോഗം പറയുമ്പോഴേ അത് കർത്താവിന് നാമം ജ്ഞാനസ്ഥാനം സ്വീകരിക്കുമ്പോഴേ അവരോട് ഐക്യപ്പെടുമ്പോഴേ കർത്താവിന് ജീവിക്കാൻ കൈയടിക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പം കർത്താവ് അപ്പം ജീവിക്കത്തില്ല നമ്മളിലെ. കർത്താവ് നമ്മൾ ജീവിച്ച എന്താ ഗുണം? കർത്താവ് എന്നും നിലനിൽക്കോ ഇല്ലേ? കർത്താവിന് മരണം ഉണ്ടാവും. അതാ സംഭവം. ശ്രദ്ധിക്കണേ, വെരി സീരിയസ് പ്രോബ്ലമാ. കർത്താവിന് മരണമില്ല.
യോഹന്നാൻ്റെ സുവിശേഷം 12:34 എന്താ പറയണേ? യോഹന്നാൻ 12:34 എന്താ പറയണത്? ക്രിസ്തു എന്നും നിലനിൽക്കുന്നെന്ന്. കൈയടിച്ച് കർത്താവിന്റെ ആത്മാവിൻ്റെ ഉത്സവമാണ്. കർത്താവിൻ്റെയും മരണത്തെയും രക്ഷയെയും കുറിച്ചൊക്കെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇടിത്തപോലെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ പറയണത്. ഓരോ വചനം പരിശുദ്ധാത്മാവ് തരും, നമ്മൾ ഹല്ലേലൂയയാക്കി മാറ്റും, ഇല്ലേ? കാര്യം കർത്താവിൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്ഥാനം സ്വീകരിച്ച നമ്മളെല്ലാവരും അവൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുന്ന വലിയൊരു പ്രക്രിയ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈശോ നമ്മളിൽ ജീവിച്ചാൽ യോഹന്നാൻ 12:34 ഈശോ എന്നും നിലനിൽക്കുന്നുവെന്ന്, ഈശോയ്ക്ക് മരണമില്ല എന്ന്. നമ്മൾ ജീവിക്കുന്ന ഈശോയ്ക്ക് മരണമില്ലെങ്കിൽ പിന്നെ നമ്മളായിട്ട് മരിക്കുക. അതാണ് പ്രശ്നം. പിടികിട്ടിയോ? നമ്മൾ ജീവിക്കുന്ന ഈശോയ്ക്ക് മരണമുണ്ടോ? പിന്നെ നമുക്ക് മരണമുണ്ടാവും. അതാണ് പറയണത്. നമ്മൾ ജീവിക്കുന്ന ഈശോയ്ക്ക് മരണമില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ മരിക്കോ? ഈശോ മരിക്കാൻ നമുക്ക് മരിക്കാൻ പറ്റുമോ? അപ്പം മരണത്തിന് നമ്മുടെ മേലൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:28 മരണമെന്ന അവസാന ശത്രു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:26 ഒന്ന് പറഞ്ഞ്, മരണമെന്ന അവസാന ശത്രു നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. അങ്ങനെ അവിടുന്ന് അവിടെ മിഴികളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാവുകയില്ലെന്നും. പ്രൈസ് ദി ലോർഡ്. ഇനി മരണം ഉണ്ടാകുകയില്ലെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചർമ്മമൊക്കെ ഒരു കണിമേക്കുന്ന നേരത്ത് നാം എല്ലാം രൂപാന്തരപ്പെടും, നമ്മൾ അവനെപ്പോലെ ആവുമെന്ന് പൗലോസ് പറയുന്നില്ലേ മക്കളെ? ഇതെല്ലാം ഈശോയുടെ പുനരുത്ഥാനമാക്കി മാറ്റണം ശരിക്കും. അതാണ് നമ്മുടെ ഒരു വിശ്വാസ വിജയം എന്ന് പറയണത്. എന്ത് സഹനം കിട്ടിയാലേ. ഇപ്പം ഞാൻ എൻ്റെ ഒരു സഹോദരനോട് പുറകെ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഒരു സാക്ഷ്യത്തിന് മുമ്പ് ഞാൻ റെഡിയായി വന്നതാണ്. അപ്പോൾ അവനെന്നോട് പറഞ്ഞു, അച്ഛാ 6 ലക്ഷം രൂപയ്ക്ക് 9 ലക്ഷം രൂപയ്ക്ക് ഈ മാസം പണിയുണ്ടായി. കടപ്പുറത്ത് കടലിൽ ജോലിക്ക് പോകുന്ന ആര്യക്കാരനാണ്. അപ്പോൾ സ്രാങ്കാണ്. സ്രാങ്കനോട് പറഞ്ഞ് 9 ലക്ഷം രൂപയ്ക്ക് പണിയുണ്ടായിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒന്ന് മുട്ട തന്നേന്ന് പറഞ്ഞ്. അവിടെ ഞാൻ മുട്ട നേരത്തിൽ ഞങ്ങൾ രണ്ടും കൂടെ സ്തുതിച്ച്. എന്താ കാര്യം എന്നറിയാവോ? എൻ്റെ അമ്മു ഒരു 6 മാസമായിട്ട് പല വള്ളങ്ങളിൽ ഇവൻ കയറും, തൊഴിലാളിയും കയറും. ആ വള്ളത്തിലെല്ലാം ശത്രുക്കൾ വന്നിട്ട് മുടക്കിയിട്ട് പറഞ്ഞു വിടും. പിറ്റേ ദിവസം ഇറങ്ങേണ്ടി വരും. അവന്ന് സങ്കടപ്പെട്ടു എന്നോട് പറയും. പിന്നെ വേറെ ഒരു വള്ളം കിട്ടുമ്പോൾ അതുമേ കയറും. കുറേ തൊഴിലാളികൾ കൂടെ ഉണ്ട്. അപ്പോൾ വേറെ ശത്രുക്കൾ ചെന്ന് അവിടെ പാര പണിതിട്ട് അവിടെ നിന്ന് ഇറക്കും. അപ്പോൾ ഒരു TV ഷൂട്ടിങ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഒരു വള്ളം വേണമെന്ന് പറഞ്ഞു. ഒരു വള്ളം സെറ്റ് ചെയ്ത് തന്നു. ആ വള്ളത്തെ ഏതായാലും ഞാൻ കയറി പ്രാർത്ഥിച്ച്. അപ്പോൾ എല്ലാ വള്ളത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഈ വെള്ളം നമുക്ക് ചോദിക്കാം, പക്ഷെ അത് ഇറക്കണമെങ്കിൽ ഭയങ്കര കാശ് വേണം. അതിന് ഉടമക്കാർക്ക് കാശ് കുറവാണ്, കുറേ ലക്ഷങ്ങൾ വേണം. അപ്പോൾ ഇവനെ പ്രാർത്ഥിച്ചിട്ട് ഈ മകൻ തന്നെ പോയി ആൾക്കാരുടെ നിന്ന് കാശ് ചോദിച്ചു. അപ്പോൾ ഞാൻ കർത്താവിനോട് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവനെ സക്കാരിയെ പിടിപ്പിച്ച് പറഞ്ഞ്, കർത്താവ് ഒരു വെടിക്കുള്ള മരുന്നേ ഉള്ളു, ഈ മരുന്ന് തീർന്നാൽ പിന്നെ 10-40 കുടുംബം പട്ടിണി. കർത്താവിനെല്ലാം മനസ്സിലാകുകയും ആക്ഷേപം പറയണമെന്നേ ഉള്ളു. അപ്പോൾ അത് പറഞ്ഞ് അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. പക്ഷേ അവൻ്റെ വിശ്വാസ വിജയം എന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അവിടുത്തെ വിശ്വാസ വിജയം എന്താണെന്ന് മക്കൾക്കറിയാവോ? നമുക്ക് പാര വെച്ച ആൾക്കാരില്ലേ, അപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയടാ, നമ്മളെ പാര വെച്ച് ഇറക്കിയ ആൾക്കാരോട് നീ ഒരു കാരണവശാലും വൈരാഗ്യം സൂക്ഷിക്കരുത്. അപ്പം ക്രിസ്തു ഇറങ്ങിപ്പോവും. ഇത്രയും നേരം പറഞ്ഞത് എന്താ? ക്രിസ്തു നമ്മൾ ജീവിക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പം ക്രിസ്തുവിനെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റത്തില്ലല്ലോ. അപ്പം ക്രിസ്തുവിനെ പരാജയപ്പെടുത്താൻ നമുക്ക് പറ്റും. എന്താ? നമ്മുടെ ശത്രുക്കളെ അവിടെ നാണയത്തിൽ തന്നെ നമ്മൾ അവിടെ പക, അവിടെ വിദ്വേഷം, അവിടെ ചതി, അഹങ്കാരം, മുൻകോപം, അവിടെ കലഹം, അതിനൊക്കെ നമ്മളും അതേപോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ
നമ്മളിൽ നിന്ന് ക്രിസ്തു നിലനിൽക്കാത്ത അവസ്ഥ വരും. നമുക്കെല്ലാം പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ക്രിസ്തു സഹനങ്ങളിലൂടെ, അതിൻ്റെ കാഴ്ചവെപ്പിലൂടെ, ജ്ഞാനസ്ഥാനത്തിൻ്റെ ഐക്യപ്പെടലിലൂടെ, മരണത്തെ പ്രഖ്യാപിക്കുന്നതിലൂടെ നമ്മൾ ജീവിക്കുന്നു. പക്ഷെ നമ്മൾ ജീവിക്കാൻ പറ്റാത്തൊരു പരിസ്ഥിതി നമ്മൾ ഉണ്ടാക്കും. അതെൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. നമ്മൾ ജീവിക്കാൻ പറ്റാത്ത പരിസ്ഥിതി നമ്മൾ ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ ചിലയിടത്ത് വരുന്നില്ലേ, അതായത് ചില സമയത്ത് കടലിലെ വെള്ളം ഈ പുഴകളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഈ മീനൊക്കെ ഇങ്ങനെ ശ്വാസം കിട്ടാതെ വന്ന് മുകളിലേക്ക് വരും. ഇപ്പം നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊണ്ട് നമ്മൾ മടലും മൂടുകയോ തെങ്ങിൻ തടി അർപ്പിച്ച് മരക്കഷ്ണം ഇടുകയോ ചെയ്ത് അതിൻ്റെ കറ വെള്ളത്തിൽ കലർത്തുമ്പോൾ തന്നെ ആ മത്സ്യങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിങ്ങനെ ശ്വാസം എടുക്കാൻ വേണ്ടി മുകളിൽ വന്ന് നിൽക്കണ കാണാം അല്ലേ. ചെവിറ്റണമെന്ന് പറയും, ചുരുക്കം നമ്മൾ പറയും. ക്രിസ്തുവിന് നമ്മൾ ജീവിക്കാൻ പറ്റാത്ത ചുരുക്കം ഉണ്ടാക്കണത് ആരാ? നമ്മളാണ് ഉണ്ടാക്കുന്നത്. പുള്ളിക്കാരത് ഉണ്ടാക്കിയില്ല. നേരത്തെ ഒരു ന്യൂട്രൽ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. ക്രിസ്തു ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ജയിച്ചിരിക്കുമല്ലോ, നമ്മൾ തോക്കണ പ്രശ്നമില്ലല്ലോ, ഉണ്ടോ? അതുകൊണ്ടാണ് പറയണത് 1 കൊരിന്ത്യർ 15:27 പറയും, ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു, അവനാണ് ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, വചനബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, പ്രബോധനങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പൊ സഹന സാഹചര്യങ്ങള് ജ്ഞാനസ്ഥാനമാണെന്ന് ലൂക്ക 12:50 അറിയിച്ചു അല്ലേ. ഈ ജ്ഞാനസ്ഥാനം വഴി കർത്താവിൻ്റെ നാമത്തിൽ ആ സഹനം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണെന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞല്ലേ. അങ്ങനെ ഐക്യപ്പെടുമ്പോൾ ഗലാത്യർ 2:20 അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ക്രിസ്തു അങ്ങനെ ജീവിക്കുമ്പോൾ ഇപ്പോഴെന്താ പറയണത്? ചുരുക്കമുണ്ടാക്കിയിട്ട് ക്രിസ്തുവിന് ഉള്ളിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ബുദ്ധിമോശം കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇല്ലേ. അത് നമ്മൾ ശ്രദ്ധിക്കണം. വേറെ ഒരു കുഴപ്പമില്ല. ക്രിസ്തു ജീവിക്കുന്ന കാലം എന്നായാലും നമ്മളിതിനെ അതിജീവിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ 14:19 ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും അതിജീവിക്കും. കൈ അടിച്ചു കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, സഹനത്തിലൂടെ അങ്ങയുടെ നാമത്തില് സഹനങ്ങള് ജ്ഞാനസ്ഥാനം പോലെ ഏറ്റെടുത്ത് അങ്ങയോട് ഐക്യപ്പെട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ അങ്ങക്ക് എത്ര കാലം വേണമെങ്കിലും എന്നില് ജീവിക്കാൻ പറ്റുന്ന രീതിയില് എന്നെ അങ്ങയുടെ വചനത്തിന് അനുപേക്ഷണീയമായി പുനഃക്രമീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ക്രിസ്തുവിന് ഒരു സ്വഭാവമുണ്ട്. ക്രിസ്തു നമ്മൾ ജീവിക്കണ കാര്യം വരെ എടുത്തല്ലേ. നമ്മൾ ക്രിസ്തു ജീവിക്കണ വരെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി. ഇപ്പം പരിശുദ്ധാത്മാവ് പറയണത് ക്രിസ്തുവിന് ഒരു സ്വഭാവമുണ്ട്. എന്താ? ക്രിസ്തു മുന്നോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ല. അതാണ് സംഭവം. ക്രിസ്തുവിനൊരു സ്വഭാവമുണ്ട്. ക്രിസ്തു മുന്നോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ല. ഇന്നത്തെ സുവിശേഷം അതായിരുന്നല്ലോ. ഇന്ന് ലത്തീൻ പള്ളികളിലെല്ലാം വായിച്ച ഒരു സുവിശേഷമുണ്ട്. എന്താണ്? ക്രിസ്തു പുറകോട്ട് പോകത്തില്ല, മുന്നോട്ടേ പോകത്തുള്ളൂ. എന്താ കാര്യം എന്നറിയാവോ? ആദ്യം ജായിറൂസ് എന്ന് പറയുന്നത് ആരാ? ഒരു സിനഗോഗ് അധികാരിയാണ്. അയാൾ വന്ന് കർത്താവിൻ്റെ മുമ്പിൽ കമന്നടിച്ച് വീട്ട് പറഞ്ഞു, എൻ്റെ മകള് രോഗബാധിതയായിരിക്കുന്നു, മരണകരമായ വേദന അനുഭവിക്കുന്നു, നീ വന്ന് കൈവച്ച് അവളെ സുഖപ്പെടുത്തണം. അയാൾക്കിടത്തിൽ വിശ്വാസം കുറവായിരുന്നെന്ന് തോന്നുന്നു. കാര്യം എന്താ? അയാൾ യഹൂദനല്ലേ, പുരോഹിത അധികാരിയല്ലേ. പക്ഷെ വേറൊരു വിജാത്യം പറഞ്ഞാൽ എന്താണ്? നീ വരണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞല്ലേ. കൈ അടിക്കുക. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. അപ്പം ശതാധിപൻ പറഞ്ഞത് എന്താണ്? കർത്താവേ, എൻ്റെ ഭൃത്യൻ രോഗബാധിതനായി കിടക്കുന്നു, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന. വിജാതിയുടെ അത്രയും വിശ്വാസം കർത്താവിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കില്ല. അതാണ് ഈ വിജാതിരെല്ലാം കയറി സാക്ഷ്യം പറയണത്. അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്. ആ പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു, പുരോഹിതല്ല, സിനോക്ക് അധികാരി പറഞ്ഞു, നീ വരണം എൻ്റെ കൂടെ, വന്നാൽ മാത്രം പോലെ കൈ എടുത്ത് വെക്കണമെന്ന്. ഈ കൂടുതൽ പഠിച്ചാലുള്ള കുഴപ്പം അതാ. വരികയും കൈവെപ്പിലൂടെയാണ് ഇതെല്ലാം കിട്ടണമെന്നുള്ള ധാരണയിലാണ് ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഒന്നും പഠിക്കാത്ത ശതാധിപൻ പറഞ്ഞു, നീ വരാനെന്ന് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല, ഇവിടെ നിന്ന് എങ്ങാനും ഒന്ന് വാക്ക് ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഒന്ന് നോക്കിയാൽ മതി, കർത്താവിനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ശരിക്കും നോക്കണ ഒരു നോട്ടം ഒരു ഒന്നൊന്നര നോട്ടമായിരിക്കണം എന്നുള്ള. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മളുടെ നോട്ടം കാണുമ്പോൾ വിശ്വാസം കർത്താവ് തിരിച്ചറിയും. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് കർത്താവ് ഉടനെ പോയി, എൻ്റെ ദൈവവേദലെ, നിൻ്റെ വിശ്വാസം കുറവാണെങ്കിലും കർത്താവ് തന്നെ വരണമെന്ന് നീ ശാഠ്യം പിടിച്ചാലും, കൈ തന്നെ വെക്കണമെന്ന് ശാഠ്യം പിടിച്ചാലും, നിൻ്റെ വിശ്വാസത്തിൻ്റെ പരാധീനത ഉണ്ടെങ്കിലും കർത്താവ് വരും. പക്ഷെ വരുന്നിടക്ക് വേറൊരു ചേടത്ത് കയറി ഒരു പ്രശ്നം ഉണ്ടാക്കി. ആരാണത്? രക്തസ്രാവക്കാരി അല്ലേ? 5:25 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ രക്തസ്രാവക്കാരി എന്ത് ചെയ്ത്? അവൾ പിന്നിലൂടെ വന്നു. അവൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മർക്കോസ് പറയും, ഇത് രക്തസ്രാവക്കാരിയാണ്, 12 കൊല്ലം ചികിത്സിച്ച ആളാണ് ഈ വരണത്. 12 ആ കൊല്ലം പറയും, 12 കൊല്ലം ചികിത്സിച്ച ആളാണ്. പിന്നെ ഉള്ള കയ്യിലുണ്ടായിരുന്ന എല്ലാ സമ്പാദ്യം തീർന്നു പോയി. കുറേ കാര്യം പറയുന്നുണ്ട്. രോഗം ചികിത്സിച്ച് സമ്പാദ്യം തീർന്നു പോയി. ഇപ്പം കാലണക്ക് വകയില്ല, ഇപ്പോഴും രോഗമായിട്ട് ജീവിക്കുകയാണ്. പിന്നിലൂടെ മാത്രമേ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. സമൂഹത്തിൽ ഭ്രഷ്ടമുള്ള ആളാണ്. മുന്നിലൂടെ വരുമ്പോഴേ ഈ 12 കൊല്ലം ചികിത്സക്ക് നടന്ന കാരണം നാട്ടുകാർക്ക് അറിയാൻ പറ്റും ഇവൾ രക്തസ്രാവക്കാരിയാണെന്നറിയാം. അപ്പോഴേ ഒരു കുഴപ്പമുള്ള ലേവ്യ 15-ാം അധ്യായം 25-ാമത്തെ വാക്കുണ്ട്, രക്തസ്രാവക്കാർ തൊടുന്നവരെല്ലാം അശുദ്ധമായി തീരുമെന്ന്. ലേവ്യ പുസ്തകത്തിൽ 15-25 വാക്കുണ്ട്, അവൾ തൊടുന്നതെല്ലാം അശുദ്ധമായി. ഈ പണ്ടാരം എല്ലാവരും തൊട്ട് അശുദ്ധമാക്കാൻ വന്നിരിക്കുകയാണ്, ശവം എന്നൊക്കെ പറയും. അപ്പം നാട്ടുകാരത്തിന് മുമ്പ് ഒരു ദുസ്സഹനമാണ്. അതുകൊണ്ടാണ് പാവപ്പെട്ടവൾ പറഞ്ഞ്, കർത്താവേ, എനിക്ക് മുന്നിലൂടെ വരാനുള്ള യോഗ്യത പോലും പോയി, എൻ്റെ കയ്യിൽ കാശുമില്ല, കാശെല്ലാം ചികിത്സിച്ച് പോയി, ഞാനിങ്ങനെ ഒരു പ്രാകൃത വേഷം. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് നിൻ്റെ അടുത്ത് നിൻ്റെ വസ്ത്രം മുഴുവനും നിൻ്റെ വസ്ത്രം മുഴുവനും ദൈവത്തിൻ്റെ കരുണയും ശക്തിയുമാണ്. എങ്ങാനും തൊട്ടുപോയാൽ നീ എന്നെ കൈവിടത്തില്ലെന്ന് എനിക്കറിയാം. നാട് കൈവിട്ടാലും രാജ്യം കൈവിട്ടാലും സമുദായം കൈവിട്ടാലും കർത്താവേ, നീ എന്നെ കൈവിടത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളോട് പറഞ്ഞു, മകളെ, ധൈര്യമായിരിക്കുക, നീ സൗഖ്യമുള്ളതായിരിക്കുക. അവളെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ പെട്ടെന്നൊരു വലിയ അത്യാഹിതം സംഭവിക്കും. ആദ്യം എടുത്ത് ജൈറൂസിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വരും. അവർ പറയും, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയാം. ഇനി കാര്യം എന്താണ്? മകൾ മരിച്ചുപോയെന്ന് പറയും. ആ സീനാണ് എനിക്കായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, മകൾ മരിച്ചു പോയെന്ന് പറയും. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോകാമില്ല എന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ടും കർത്താവ് മുന്നോട്ട് പോയെന്ന്. അയ്യോ, ശ്രുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കാരുണ്യത്തിന്റെ നിറകുടമായ ഈശോയിലുള്ള വലിയ ഭക്തി, വലിയ സ്നേഹം, ആരാധന എന്നിൽ നിറക്കണമേ. എന്നിട്ടും അവൻ മുന്നോട്ട് പോയി.
അതായത് യുക്തിപരമായിട്ട് പറഞ്ഞാൽ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതാണ് ലോകത്തിലുള്ള മറ്റ് ആൾക്കാർ ഈശോയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എന്താണ്? നിൻ്റെ മകൻ മരിച്ചുപോയി. മക്കളെ, ഉള്ള സ്ഥലത്തൊക്കെ ചേർന്ന് നിൽക്കുക. അല്ലെങ്കിൽ മേലോട്ട് പോയിട്ട് പല സ്ഥലങ്ങളും സ്റ്റെയർ കേസുണ്ട്, അവിടെയൊക്കെ കയറി നിൽക്കാൻ നോക്ക്. മഴ കൊണ്ടാൽ കുഴപ്പമില്ലാത്തവർ നിന്ന് പ്രാർത്ഥിച്ച് മഴ കൊണ്ടോ, അതിൻ്റെ ഇരട്ടി അനുഗ്രഹം. അവർക്ക് ഈ മഴ ഇപ്പോൾ കൊള്ളുന്നവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പ്രകൃതി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മഴ കൊള്ളുന്നവരെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, മഴ നിന്റെ രക്തമായി മാറട്ടെ. ഞങ്ങൾ കൊള്ളുന്ന മഴകൾ വിശുദ്ധ രക്തമായി മാറട്ടെ. ഞങ്ങൾ കൊള്ളുന്ന മഴകൾ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തമായി മാറട്ടെ. സൗഖ്യം തരട്ടെ. ഹല്ലേലൂയ. ഈശോ എന്താ പറഞ്ഞത്? കുട്ടി മരിച്ചുപോയി എന്ന് പറയുമ്പോഴും, എൻ്റെ ദൈവവേദന, നിന്നെ ഒരു വാതിൽ നിൻ്റെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇനി രക്ഷയില്ല എന്ന് പറയും. അപ്പോൾ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞാലും നമ്മൾ മുന്നോട്ട് പോകും. എന്താ കാര്യം? ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കണത്. മരണത്തിൻ്റെ ഇടയിലൂടെ മുന്നോട്ട് പോകണവനാണ് ഈശോ, അല്ലേ? അതാണ് പറഞ്ഞത്. ഒരു ചേച്ചി ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ? അതായത് അവൾക്ക് മലേറിയ, മഞ്ഞപ്പിത്തം, കരൾ രോഗം, കരളിൻ്റെ 90% പോയി. അവർ ഇസ്രയേലിൽ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കുക. 8 ലക്ഷം രൂപ മുടക്കി പോയിരിക്കുക. അവിടെ സാക്ഷ്യം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അവൾ ഉടമ്പടി ചെയ്ത് പോയതാണ്, അമ്മയുടെ വകയാണ്. അപ്പോൾ ഒരു വെളുപ്പിനെ എഴുന്നേറ്റ് പറയണം, മകളെ നിനക്ക് സാധിക്കും, നീ എഴുന്നേറ്റ് വരാൻ സാധിക്കും നിനക്ക്. ആ സ്വരം കേട്ടപ്പോൾ അവൾ കണ്ണ് തുറന്നപ്പോൾ വെന്റിലേറ്ററിൻ്റെ വയറെല്ലാം വായിക്കൂടി കിടക്കുകയാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള അവസാന ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനാണ് ഈ സംഭവം. അവളത് കടിച്ചു പൊട്ടിച്ച് എഴുന്നേറ്റ് വന്നു. സുനിൽ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടമ്പടി ചെയ്താൽ നമ്മൾ ഡെഡ് ബോഡിയായിട്ട് കിടക്കുകയാണ് എങ്കിലും അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ഞാൻ ഓർക്കായിരുന്നു, ഉടമ്പടി ചെയ്യാതെയാണ് ഇസ്രയേലിലേക്ക് പോയിരുന്നുണ്ടെങ്കിൽ രോഗം പിടിച്ചോണ്ട് പോയിരിക്കുന്ന ആളെ 3 രോഗങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. എല്ലാം ഡെലീരിയസാണ്. ആ ഡെലീരിയസ് ആകുമ്പോഴും ആ ഉടമ്പടി വിശ്വാസത്തിലാണ് അവർ രോഗത്തിലേക്ക് പോകണമെങ്കിലും നമ്മൾ അടിപ്പെട്ട് പോയാലും അടിപ്പെടാത്തവരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മൾ അടിപ്പെട്ട് പോയാലും അടിപ്പെടാത്തവളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അവൻ മുന്നോട്ട് പോകും. അവൻ ഒരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞ്? വിശ്വസിക്കുക മാത്രം ചെയ്യുക, അല്ലേ? 12. അതാണ് 5:35. ജൈറൂസിൻ്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് പറയുമ്പോൾ ഗുരു സംസാരിക്കും. അപ്പോഴേ അദ്ദേഹം സംസാരിക്കായിരുന്ന ഗുരു പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുക. പിന്നെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. യുക്തിയല്ല അവിടെ പ്രശ്നം. യുക്തിപരമായിട്ട് മുന്നോട്ട് പോകത്തില്ല. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മുന്നോട്ട് പോകത്തില്ല. വിശ്വാസം കൊണ്ട് ആലോചിച്ചാൽ മുന്നോട്ട് പോകും. കാരണം ഞങ്ങൾ നടക്കുന്നത് കണ്ണുകൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസം കൊണ്ടൊരു നടപ്പാണ്. എന്നിട്ട് മുന്നോട്ട് പോയി. എന്തിനാണ്? കുട്ടി മരിച്ചെന്നറിഞ്ഞിട്ട് മുന്നോട്ട് പോയി. കാര്യം എല്ലാ മരണത്തെയും ചുമ്മാ ഉറക്കമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. ലാസർ മരിച്ചപ്പോഴും പറഞ്ഞ് അവൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇവിടെ തലീത്ത എടുത്ത് ചെന്നിട്ട് ബാലികയെടുത്ത് ചെന്നിട്ടും പറഞ്ഞ് നിങ്ങളെ കൊഴലൂത്തുകാരെന്ന് ഇറങ്ങിത്തന്ന് ബാക്കി സംഭവം എളുപ്പമാകുമെന്ന് പറഞ്ഞു. ചെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് കൊഴൂത്തുകാരെ എല്ലാം പുറത്താക്കി. എന്താ കാര്യം? കൊഴൂത്തുകാരെന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മനുഷ്യനെ അവിടെ ഈ മരിപ്പ് വീട്ടിൽ ചെന്നിട്ടേ സങ്കട സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ദുഃഖത്തിൻ്റെ ബീജികൾ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞ് ഈ ദുഃഖബീജികളും ഇങ്ങനെ വിലാപ വ്യാപാരക്കാരില്ലേ, വിലാപം വ്യാപാരമായിട്ട് നടത്തുന്ന ഭാഷ അവരെ വാടക വിളിക്കണേ. കരയാനുള്ള ആൾക്കാരെ യഹൂദൻ്റെ ഒരു പരിപാടിയാണ്. വാടക വിളിക്കും. വാടക വിളിച്ച് ഇവരെ കുത്തിയിരുന്ന് നിലവിളിക്കും. നിലവിളിച്ചപ്പോൾ ഈ വിലാപ വ്യാപാരക്കാർ
ഒന്ന് പുറത്താക്കി തന്ന ദൈവത്തിൻ്റെ കാര്യം കുറച്ച് എളുപ്പമാകുമെന്ന് പറയും. ഇറങ്ങി പോകുന്നു എല്ലാവരോടും. അതാ വിശ്വാസത്തിൻ്റെ ദാർഢ്യം എന്ന് പറഞ്ഞത്. ഡെഡ് ബോഡിയാണെന്ന് പറഞ്ഞാൽ ശരി, ഈ നമ്മുടെ മനസ്സിടിച്ച് കളഞ്ഞ ആൾക്കാരില്ലേ, എപ്പോഴത്തേക്കണം എന്നാ കാത്തിന് പ്രാർത്ഥിക്കാനാണ്. അപ്പം നിങ്ങളെപ്പോലെ ഞാൻ ഉടമ്പടി ചെയ്തതാണ്. ഉടമ്പടി ഞാൻ ചെയ്തതാണെന്ന് പറയും. എന്നാൽ പന്നി നീ എങ്ങനെ ഉടമ്പടി ചെയ്തത്? ഉടമ്പടി പൂർത്തിയായി കാണത്തില്ല. ഉടമ്പടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മാസാമാസങ്ങൾ എടുക്കേണ്ട പരിശുദ്ധ പ്രവർത്തനം മാസാമാസം എടുക്കണം. ഇപ്പം ചില ആൾക്കാർ ചെയ്യണം എന്താണെന്നറിയാവോ? അച്ഛനെ കാണേണ്ട സാഹചര്യം വരുമ്പോൾ തന്നെ എല്ലാം കൂടി ഒരുമിച്ച് എടുത്തുകൊണ്ട് വരും. അപ്പം അതെല്ലാം ബാൻ ചെയ്തിരിക്കണം ഇപ്പം. കാര്യം ഒരു മാസം ഒരു കാരുണ്യ പ്രവൃത്തി, ഒരു മാസം ഒരു പ്രേക്ഷിത പ്രവൃത്തിയാണ്. ഒരു മാസം ഒരു പ്രേക്ഷിത പ്രവൃത്തിയാണ്. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ പ്രേക്ഷിത പ്രവൃത്തിയെക്കുറിച്ച് ചെയ്യാതെ അച്ഛനെ കാണാനുണ്ടെങ്കിൽ മാസം പത്രം അപ്പോൾ 200ൻ്റെ പത്രം മേടിച്ചുകൊണ്ട് വരും. എടുക്കത്തില്ല ഇതിനെ പോലെ. അതാത് കാര്യം ഉടമ്പടി പുതുക്കത്തില്ല. ഇവിടെ പുതുക്കണം എന്നുണ്ടെങ്കിൽ, ഇനി ഉടമ്പടി പുതുക്കണം എന്നുണ്ടെങ്കിൽ ആ 3 മാസത്തെയും പത്രം കാണിക്കേണ്ടി വരും. പുതുക്കി കൊടുക്കുന്നവരാണ് ആൾക്കാരുടെ കാരുണ്യം കാണിച്ചിട്ടാണ് ഇപ്പോഴും ആൾക്കാർക്ക് സൂത്രപ്പണി കാണിച്ചിട്ട് അവരുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാര്യത്തിൽ സത്യസന്ധമായിരിക്കണം, വിശ്വാസത്തോടെ. അതാത് കാലങ്ങളിൽ അതാത് മാസം ഉടമ്പടി പ്രാർത്ഥന കൂടുന്നു, അതാത് മാസം പത്രം മേടിക്കുന്നു. അല്ലാതെ ജൂൺ മാസം മേടിക്കാനുള്ളത് അച്ഛനെ കാണുന്നുണ്ടെങ്കിൽ മെയ് മാസം ജൂലൈ മാസം മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. ഈ ആൾക്കാർക്ക് എങ്ങനെ അറിയാൻ പറ്റും പ്രാർത്ഥന കൂടിയതാണോ ഇല്ലയെന്ന്? ഇവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഉടമ്പടിയെക്കുറിച്ച് ഇന്ന് വ്യക്തമായിട്ട് അറിയാൻ പാടില്ലാതെ ഉടമ്പടി പുസ്തകം വായിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ഇന്ന് തന്നെ പോയി പുസ്തകം വായിച്ചേക്കണം. ഇന്ന് തന്നെ പോയി ഉടമ്പടി പുസ്തകം വായിക്കണം. ആദ്യം തൊട്ട് വായിക്കണം. എന്താണ് പ്രേക്ഷിത പ്രവർത്തനം, എന്താണ് 3 പാപങ്ങൾ, ഞാൻ ഇപ്പോഴത്തെ 3 പാപങ്ങൾ ഇന്നും ആവർത്തിച്ചിട്ടുണ്ടോ, ഞാൻ ചെയ്ത 5 അരമണിക്കൂർ വെച്ച് വചനം വായിച്ചിട്ടുണ്ടോ, ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തി എന്താണ്, ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്താണ്. നമ്മുടെ കയ്യിൽ പ്രേക്ഷിത പ്രവർത്തനം മാത്രമേ തെളിവുള്ളൂ. പത്രമായതുകൊണ്ടും അതിന് ചീട്ടുള്ളത് കൊണ്ടും ബാക്കി കാരുണ്യ പ്രവൃത്തി ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് തെളിവില്ല. ഞങ്ങൾക്ക് തെളിവില്ല. നിങ്ങൾ പറയുന്ന ഞങ്ങൾ വിശ്വസിക്കുക. പക്ഷേ പലരും കള്ളത്തരാണ് പറയണം, അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഉടമ്പടി ലാഗ് ചെയ്യണം. ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഉടമ്പടി ലാഗ് ചെയ്യേണ്ട കാര്യം എന്താ? ദൈവത്തിന് ഈ ഭൂമിയിൽ രക്ഷാകരമായ സംഭവം ചെയ്യാൻ ശരീരം കൊടുത്ത ആളാണത്. ദൈവത്തിന് ഈ ഭൂമിയിൽ രക്ഷ നേടാൻ, മനുഷ്യരാശി രക്ഷയ്ക്ക് വേണ്ടി ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പിറക്കുന്നതിന് വേണ്ടി ശാരീരികമായ സാഹചര്യം ഒരുക്കിയ ആളാണ്. ഭൗതികമായ സാഹചര്യം കൊടുത്തപ്പോൾ അമ്മ തുല്യ പങ്കാളി, നിർണായക പങ്കാളിയാണ്. ദൈവത്തിന് രക്ഷാകരമായ നടപടി നിവർത്തിക്കാൻ വേണ്ടി ഭൗതികമായ സാഹചര്യം പങ്കുവെച്ച ആളാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഭൗതിക സാഹചര്യത്തിൻ്റെ മേലെ അമ്മയ്ക്ക് ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കാന എന്നും പറഞ്ഞ് അമ്മ തീരുമാനിച്ചിരിക്കുന്നത്. കാന കല്യാണം, അമ്മ മകൻ അത്ഭുതം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് കാനായിലായിരിക്കണമെന്ന്. ബത്ലഹേമിലോ ഗലീലയിലോ എവിടെ വേണമെങ്കിലും ചെയ്യാമെങ്കിൽ അമ്മ ഒരു സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞു. നിൻ്റെ ഭൗതിക സാഹചര്യത്തിൽ സ്ഥലങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം അമ്മയ്ക്കാണ്. പിന്നെ അപ്പം ഈശോക്കത് മനസ്സിലായി. സ്ഥലം അമ്മ തീരുമാനിച്ചാൽ പിന്നെ സ്ഥലം ഇപ്പം വേണ്ട അമ്മ, നമുക്ക് ഗലീലിൽ പോയി നടത്താമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ആദ്യം മത്സ്യത്തൊഴിലാളിയല്ലേ നമ്മുടെ സഹോദരങ്ങളല്ലേ ഇതിനകത്ത് ഒരാളൊഴിച്ച് ബാക്കിയെല്ലാം ഉള്ളത്. അതിന് കടലിൽ പോയി ആദ്യത്തെ അത്ഭുതം നടത്താമെന്ന് പറഞ്ഞില്ലല്ലോ, കടലിൽ പോയി നടത്താമെന്ന് പറഞ്ഞില്ലല്ലോ. അമ്മ കാനായി നിശ്ചയിച്ചാൽ കർത്താവ് പറയും, അമ്മേ നീ സ്ഥലം നിശ്ചയിച്ചു, ഭൗതിക സാഹചര്യം, മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഭൗതിക സാഹചര്യം നിശ്ചയിച്ചു, ഇനി എനിക്കറിയേണ്ടത് സമയത്തെക്കുറിച്ചാണ്. അപ്പോൾ അമ്മ സമയവും നിശ്ചയിച്ചു. പിന്നെ അത് ഈശോ ചേഞ്ച് ചെയ്തില്ല. എൻ്റെ ദൈവപദം നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്ഥലം എല്ലാം നിശ്ചയിക്കാൻ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ നിശ്ചയിക്കാൻ ദൈവം അമ്മയ്ക്ക് അധികാരം കൊടുത്തെങ്കിൽ ആ അധികാരത്തിലാണ് നീ ഉടമസ്ഥപ്പെടുത്തിയിരിക്കുന്നത്, നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആ അധികാരം നിൻ്റെ മുമ്പിൽ എപ്പോഴും നിനക്കൊരു താങ്ങായി തുണയായി കൂടെ ഉണ്ടാകുമ്പോൾ നീ അത് നിലനിർത്താൻ വേണ്ടി നീ എന്ത് ചെയ്യണം? അതിനോട് വിശ്വസ്തത പാലിക്കണം. 6 അനുഗ്രഹങ്ങളല്ല, 6ൽ 5 നടക്കണം. ഇന്ന് കേട്ടില്ലേ, സാക്ഷ്യം കേട്ടില്ലേ, 6ൽ 5. അപ്പം നിങ്ങൾ വിചാരിക്കും 6 എടുത്തുമ്പോൾ 2 കിട്ടുമായിരിക്കും. ഇത് ലോട്ടറി ടിക്കറ്റ് പരിപാടിയാണ്. 6 എഴുതി 6 കിട്ടണം. എന്താ കാര്യം? അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മ വഴി വെച്ചിരിക്കണാണിത്. അമ്മ ഒപ്പിട്ടാണ് ഈശോക്ക് തിരുസന്നിധി വെച്ചിരിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടിയാണ് ഈ ആരാധന നടത്തുന്നത്. ഇവിടെ എല്ലാ ദിവസവും ഓരോ ആരാധന, എല്ലാ ആഴ്ചയിലും ഓരോ ആരാധനയില്ലേ. ആ ആഴ്ചയിൽ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് വന്ന് ധ്യാനിക്കും.
ഒരുമിച്ച് വന്ന് ആ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യം അമ്മയുടെ സന്നിധാനത്തിൽ, ഈശോയുടെ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദിവ്യകാരുണ്യം സമർപ്പിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ആരാധന. അതുകൊണ്ടാണ് ഈ ആൾക്കാർ 5 സാക്ഷിയൊക്കെ പറയണത്. ഞാൻ ഞെട്ടുകയാണ്. ഞാൻ ഓർക്കണം, ഒരു കൊല്ലത്തിനുള്ളിൽ എനിക്ക് അമ്മ ആദ്യം പറഞ്ഞ 1 കൊല്ലത്തിനുള്ളിൽ 6 നടക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിലൊക്കെ 6 നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 5 എണ്ണം കേട്ടില്ലേ? ഇതുപോലെ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നു 5 എണ്ണം, വെക്കുമ്പോൾ 5 എണ്ണം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെക്കുമ്പോൾ നിങ്ങൾ ആക്കാനും വേണ്ടി വെക്കാൻ, എന്നാൽ അതും കിടക്കട്ടെ. എന്നാൽ നാത്തൂൻ്റെ സ്വർണ്ണം പോയില്ല, അത് എഴുതിയേക്കാമെന്ന് പറയും. നാത്തൂനോട് പോലും പറഞ്ഞു കാണത്തില്ല. നാത്തൂന് പോലും സ്വർണ്ണം പോയതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ പറഞ്ഞാൽ പോണക്കട്ടെ എഴുതി പിടിപ്പിക്കുമോ? അതൊന്നും എഴുതരുത്. നിങ്ങൾ മാതാവിൻ്റെ മുമ്പ് വരുമ്പോൾ കറക്റ്റായിരിക്കണം. അത് ഇങ്ങനെ ഈ അലവലാത്ത കാര്യങ്ങൾ, അതായത് നിങ്ങൾ സീരിയസ് ആയി എഴുതണ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സീരിയസ് ആയി. 6 എണ്ണം എഴുതിയെങ്കിൽ 6 കൽപ്പരണിയാണത്. കാനായിലെ കല്യാണത്തിൽ അമ്മയുടെ മുമ്പിൽ, അമ്മയുടെ മധ്യസ്ഥതയിൽ, ഈശോയുടെ മുമ്പിൽ വെച്ച ഒഴിഞ്ഞ കൽപ്പരണിയാണത്. 6 കാര്യങ്ങൾ. ആ കൽപ്പരണിയിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ അതിനെല്ലാം വെള്ളമെല്ലാം വീഞ്ഞാക്കി മാറ്റും. അങ്ങനെയാണ് അത്ഭുതം നടക്കുന്നത്. അതിൻ്റെ സമയവും അമ്മ നിശ്ചയിക്കും, അതിൻ്റെ സാഹചര്യവും സ്ഥലവും അമ്മ നിശ്ചയിക്കും. അങ്ങനെയാണ് നമ്മൾ മുന്നേറുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെല്ലാം അമ്മ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. എന്താണ്? ജീവിക്കുമ്പോൾ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അവൻ പറയണത് പോലെ ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മുടെ ജീവിതം അതല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മക്കളെ അവൻ പറയണ പോലെ ചെയ്യണമെന്ന്. കർത്താവിൻ്റെ വചനം പരമാവധി അനുസരിച്ച്. അതുകൊണ്ടാണ് ഞാൻ മകനോട് പറഞ്ഞത്, മകനെ ശത്രുക്കളുണ്ടാകും, യക്ഷണിക്കാരുണ്ടാകും, പരദൂഷകരുണ്ടാകും. കണ്ടാൽ കാലമടക്കൊന്ന് അടിക്കാൻ നമുക്ക് തോന്നിപ്പോകും. കാര്യം നമ്മുടെ കഞ്ഞിക്കലം തട്ടിമറിച്ചവനായിരിക്കും. പക്ഷെ നീ ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. എന്താ കാര്യം? നിൻ്റെ ശത്രുക്കളെ നീ പ്രതികാരം ചെയ്യരുത്, ഞാൻ പ്രതികാരം ചെയ്തോളാമെന്ന് റോമ എന്താ പറയണത്? നീ പ്രതികാരം ചെയ്താൽ, നിൻ്റെ കൈയും അധരവും അശുദ്ധമായാൽ, എനിക്ക് നിന്നെ വസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ നീ നിസ്സഹായനാകും, ഞാൻ നിസ്സഹായനാകും. അതുകൊണ്ട് നീ എന്നെ ദൈവവേദനെ, നീയായിട്ട് നിൻ്റെ അശുദ്ധി കൊണ്ട് എന്നെ നിസ്സഹായനാക്കരുത്. നീ വിശുദ്ധിയിൽ എൻ്റെ മുമ്പാകെ നടന്നുകൊണ്ട് നീ വിശുദ്ധിയിൽ മുന്നേറുക. ഉടമ്പടി ദൈവത്തിൻ്റെ ഉടമസ്ഥതയിൽ, ദൈവത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈ വിഷയത്തിന് കർത്താവേ എനിക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ സഹായിക്കണമേ, എന്നെ സാക്ഷിയായി വളർത്തണമേ, ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ, നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങളില്ലേ, അത് ഈശോ ജോലിച്ച് നിൽക്കണ ഈ സമയത്ത് അമ്മയുടെ മധ്യസ്ഥതയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങൾ, അതിൽ ഏറ്റവും അത്യാവശ്യമായി ഇപ്പോൾ തന്നെ നടക്കേണ്ട വിഷയങ്ങൾ ഉൾപ്പെടെ അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഉടമ്പടി ചെയ്യാത്തവര്, ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കള്, അവരുടെ കണ്ണുനീരും ഇപ്പോഴും ആരാധനയിൽ ഞങ്ങൾ ഒരുമിച്ച് വെക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, മധ്യസ്ഥം വഹിക്കണമേ. ഈശോ എല്ലാ വെള്ളവും വീഞ്ഞായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ശ്രുതികടേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് അസ്ഥി രോഗികളെ കർത്താവ് സുഖപ്പെടുന്ന സമയമാണ്. അസ്ഥി കുഴകൾക്ക് നീര് വീട്ടിട്ടുള്ളത്, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി തെറ്റിപ്പോയവർ, അസ്ഥി തെന്നി നിൽക്കുന്നവർ, അസ്ഥിക്ക് പണ്ട് തമ്മിൽ കമ്പിയിട്ടിരിക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കമ്പി ചേരാത്തവർ, അവിടെ നീര് വീഴുന്നവർ, അസ്ഥി ദ്രവിക്കുന്നവർ, എല്ലാവരും ശ്രുതികട. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ.
നടുവിന് വേദനയുള്ളവരെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നടുവിന് വേദനയുള്ളവർക്ക് ഈ സമയത്ത് നടുവിൻ്റെ വേദന സ്ഥലത്ത് കൈകൾ വ്യക്തി ശ്രദ്ധിക്കാവുന്നതാണ്. നടുവിന് വേദനയുള്ളവരെ, അസ്ഥിക്കുഴകളിൽ വേദനയുള്ളവരെ, പക്കിന് വേദനയുള്ളവരെ, തോളിന് വേദനയുള്ളവരെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ശ്രുതികൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഒരുമിച്ച് എല്ലാവരും ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഉദര രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവേ, ഉദര രോഗികളെ നിങ്ങളെ സ്തുതിക്കട്ടെ മക്കളെ. കർത്താവേ, ഉദര രോഗികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വയറ് പെരുപ്പമുള്ളവരെ സ്പർശിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഈശോ, കിഡ്നി രോഗികളെ, കിഡ്നി ചുങ്ങിപ്പോയവരെ കർത്താവേ, കിഡ്നി ശൃംഖികളായവരെ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ ഉദരാശയത്തെ സ്പർശിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഗർഭാശയത്തെ സ്പർശിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഉദരാശയത്തിലെ മുഴകളെ, ഗർഭാശയത്തിലെ മുഴകളെ, ഉദരാശയത്തിലെ മുഴകളെ, ഗർഭാശയത്തിലെ മുഴകളെ, ഗർഭാശയ മുഴകള്, അസ്ഥിരോഗികള്, മക്കളില്ലാത്തവര് യേശുവിന്റെ നാമത്തില് മുഴരോഗങ്ങള് ഒരുമിച്ച് ഹല്ലേലൂയ, പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിന് രണ്ട് മാംസങ്ങളെ പൊട്ടിയിരിക്കുക, അവിടെ ജീർണിച്ചിരിക്കുന്നു. രണ്ട് മാംസപേശികളുടെ ഭിത്തികൾ, ശരീരത്തിൻ്റെ ഉള്ളിൽ രണ്ട് മാംസപേശികൾ ഒട്ടിയിരിക്കുന്നു. അവിടെ എന്നിട്ട് നോള പോലെയുള്ള ഒരു കൊഴുപ്പുള്ള ദ്രാവകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പഴുപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് അവരെ വ്യക്തിയെ സുഖപ്പെടുത്തി കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ശിരസ്സ് രോഗങ്ങളുടെ മേലും ശ്വാസകോശങ്ങളുടെ അവയവങ്ങളുടെ പേരും ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും ശാസിച്ച് ഈശ്വര നാമത്തിൽ ബന്ധിക്കുന്ന സമയമാണ്. ദൈവ പൈതലെ വിശ്വസിക്കുന്ന ഹല്ലേലൂയ. കർത്താവേ സ്പർശിക്കണ കർത്താവേ, കർത്താവേ, ശ്വാസകോശ രോഗികള്, കരൾ രോഗികള്, കരൾ രോഗികള്, പതിര രോഗികള്, ഹൃദയ രോഗികള്, തൈറോയ്ഡ് രോഗികള്, യേശുവിന്റെ നാമത്തിൽ കിഡ്നി രോഗികള്, യേശുവിന്റെ നാമത്തിൽ കിഡ്നി രോഗികള്, തൈറോയ്ഡ് രോഗികള്, പതിര രോഗികള്, ശ്വാസകോശ രോഗികള്, പങ്കരാശ രോഗികള്, ഗ്രന്ഥികൾ രോഗികള്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കണം. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഒരുമിച്ച് വിശ്വാസത്തോടെ ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മക്കളില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, വരുമാനമില്ലാത്തവരെ, മക്കൾക്ക് അഡ്മിഷൻ ലഭിക്കാത്തവരെ, വിദേശ ജോലികൾക്ക് സാങ്കേതിക തടസ്സത്തില് കുരുക്കില് അകപ്പെട്ടവരെ, വരുമാനമാർഗം നഷ്ടപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ മാതാവിന്റെ മധ്യത്തില് അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക, സന്തോഷത്തോടെ പാടുക. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ, ഇരുമുറിവിനാൽ സുഖപ്പെടട്ടെ. ഇരുകരത്താൽ താങ്ങിയെന്നെ, ഇരുരക്തത്താൽ കഴുകണമേ. ഹല്ലേലൂയ, ഇരുകരത്താൽ താങ്ങിയെന്നെ, ഇരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ശ്രദ്ധിക്കുക, കയ്യിലും ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കൂമ്പി കുരു പോലെ വരുന്നൊരു ഭാഗമുണ്ട്. കൂമ്പി വരുന്നു, കുരു പോലെ വരുന്നു, അത് ക്യാൻസറാണ്.
ഈ ആരാധന ഈശോ ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. അങ്ങനെ 7 വ്യക്തികളെ സുഖപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. ഇപ്പോഴും ഇടത് കണ്ണ് അത് കണ്ണ് മുമ്പത്തെ വലത് കണ്ണിനേക്കാൾ വലുതാകുന്നു. അത് ജീർണത കൊണ്ട് വലുതാകുന്നതാണ്, രോഗം കൊണ്ട് വലുതാകുന്നതാണ്, വൈറസോ ബാക്ടീരിയ കൊണ്ട് വലുതാകുന്നതാണ്. അത് ചീഞ്ഞ് വരുന്നത് കൊണ്ടാണ്. അതിന് മണമുണ്ടായ വെള്ളത്തിന് ആ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ചൊറിച്ചിലുണ്ട്. ആ കണ്ണിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, കർത്താവായ ദൈവമേ, ഭൂമിയില്ലാത്തവര്, വീടില്ലാത്തവര്, ഈശോയെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ജോലി ഇല്ലാത്തവര്, കടങ്ങളിൽ അകപ്പെട്ടവര്, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്തവര്, ഈശോയെ പരിശുദ്ധ അമ്മ വഴി ഈശോ കേൾപ്പിക്കുന്നു. ഇപ്പോഴിവിടെ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ഹല്ലേലൂയ. നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കൾ എടുക്കുക. നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്ന സമയമാണ്. നമുക്കറിയാം ഉടമ്പടി, നമ്മുടെ നേർച്ച വസ്തുക്കൾ എന്ന് പറയുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്. വളരെ ശ്രദ്ധിക്കണം. ഉടമ്പടി നേർച്ച വസ്തു എന്ന് പറയുമ്പോൾ ആരുടെയാണ്? അമ്മയുടെ ഉടമസ്ഥയിലുള്ളതാണ്. അതിൻ്റെ ഗ്യാരണ്ടി ആരാ? അമ്മയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളെന്ന് പറഞ്ഞാൽ എന്താ? അതായത് അമ്മ നിന്ന സ്ഥലത്ത് നേർച്ച വസ്തുക്കൾ വെച്ച് അമ്മ നിന്ന കർത്താറയിൽ കുർബാന ചൊല്ലി കുർബാന ഉടുപ്പ് കഴിച്ചിടുന്ന മുമ്പ് പ്രത്യേക വിധി പ്രകാരം ഉടമ്പടി ചെയ്തവർക്ക് വേണ്ടി ആശീർവദിച്ച് നൽകുന്നതാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ. പച്ചത്തിരി, നീലത്തിരി, ഉപ്പ്, തേന്, അതുപോലെ തന്നെ ഉടമ്പടി തൈലം. അതുപോലെ കാശുരൂപ. ഇപ്പം തന്നെ ഒരു രോഗി വന്നില്ല, ഹാർട്ട് രോഗി, കഴിഞ്ഞ ദിവസം സാക്ഷ്യമായിരുന്നു. അപ്പോൾ അവൾക്ക് ഓപ്പറേഷൻ ഉണ്ട്, അതെനിക്കറിയാം. ഹാർട്ടിൻ്റെ ഓപ്പറേഷനാണ്. അപ്പോൾ ഞാനോട് പറഞ്ഞ് നീ കാശുരൂപം ധരിച്ചു പോകണമെന്ന് പറഞ്ഞു. ഇൻഡോ അമേരിക്കയിൽ ചെന്നപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ അല്ല, വേറെ എന്തോ ഒരു ഓപ്പറേഷനാണ്. ഇൻഡോ അമേരിക്കയിൽ ചെന്നപ്പോൾ നഴ്സുമാർ പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കാശുരൂപം കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ രോഗിയല്ലേ, അവളെല്ലാം ഊരി മാറ്റിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉടനെ ഒരു തോമസ് ഡോക്ടർ എന്നോട് ചെന്ന് ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞ് കാശുരൂപം ധരിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു, ശരി എന്നാൽ ആ കാശുരം കൊണ്ട് അവളുടെ കയ്യെ കെട്ടി തുറക്കാൻ പറഞ്ഞു. കാശുരം കൊണ്ട് അവളുടെ കയ്യെ കെട്ടി. അതാണ് ഒരു കാര്യം നിങ്ങൾ അറിയണം. ഇവിടെ നിന്നൊരു കാര്യം പറഞ്ഞു വിട്ടാൽ അത് തടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? അത് അമ്മയുടെ പേരിൽ പറയണതല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. കാശുരം കൊണ്ടു കെട്ടി ഓപ്പറേഷൻ മനോഹരമായിട്ട് നടന്നു. പക്ഷെ വെളുപ്പന സമയത്ത് അപ്പോഴും അമ്മ നിൽക്കുക. ഇവൾ പറയുന്നുണ്ട്, എനിക്ക് ബോധം വീണപ്പോൾ അമ്മ എൻ്റെ കൂടെ നിൽക്കുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതായത് നമ്മൾ അമ്മയുടെ പേരിലാണിത് കെട്ടിയിരിക്കണത് അല്ലേ. ഇപ്പോൾ പത്രത്തിൻ്റെ സാക്ഷ്യം പറയാൻ സഭാപിതാക്കന്മാർ നമുക്ക് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ടാണ് പത്രത്തിൻ്റെ സാക്ഷി. ഇപ്പോൾ പത്രത്തിൻ്റെ സാക്ഷ്യം കെട്ടുകണക്കിന് ഇരിക്കുന്നു ഇവിടെ. പക്ഷെ നമുക്ക് ഈ ഫേസ്ബുക്കിൽ ചില അവിശ്വാസികൾ അമ്മ മാതാവിൻ്റെ അത്ഭുതത്തെ തോന്നി, പത്രത്തിൽ കൂടെ ഉണ്ടാകുന്ന അത്ഭുതത്തെ തോന്നിവാസം പറഞ്ഞു. കാരണം എന്നെ ബിഷപ്പ് ഹൗസിനെ വിളിച്ചിട്ട് പിതാവ് പറഞ്ഞ് പത്രത്തിൻ്റെ സാക്ഷ്യം തൽക്കാലം ഇടണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇടാത്തത്. പക്ഷേ പത്രം വഴിയുള്ള സാക്ഷ്യത്തിനൊരിക്കലും കുറവുണ്ടാകത്തില്ല. അതെൻ്റെ അമ്മ ചിന്തിക്കുന്ന കാര്യമല്ലേ. ഇന്നും ഞങ്ങളെല്ലാം 10-40 മേടിച്ച് വെച്ചിട്ടുണ്ട്. പറയിപ്പിച്ചിട്ടില്ല, പറയിപ്പിക്കത്തില്ല.
അമ്മ ചെയ്ത കാര്യമാണ്. പക്ഷേ ഇനി സഭ ഇതെല്ലാം പഠിക്കണ ഒരു കാലം ഉണ്ടാവും. അപ്പോൾ അമ്മ ഇതെല്ലാം എടുത്തോളൂ. അതുകൊണ്ട് ഞങ്ങൾ രേഖകൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാ രേഖകളും സൂക്ഷിക്കുന്നുണ്ട്. ഓരോ അടിപ്പിണ കാര്യം ബൈപ്പേഴ്സ് സഞ്ചരിച്ച് എത്തുകയല്ലേ, ആൾ നേരെ വരികയല്ലേ. അപ്പം നമുക്കത് കാണാമല്ലോ. അതുകൊണ്ട് എൻ്റെ മക്കൾ ഈ നേർച്ച വസ്തുക്കൾ, ഉടമ്പടിയോട് ബന്ധപ്പെട്ട നേർച്ച വസ്തുക്കൾ കൃപാസനത്തിന് അകത്തേ കിട്ടത്തുള്ളൂ. നമ്മൾ മതിൽ കെട്ടി നമ്മുടെ സ്റ്റോളിൽ കിട്ടത്തുള്ളൂ, പുറത്ത് കിട്ടത്തില്ല. കാര്യം എന്താ, ഒലിവെണ്ണയൊക്കെ അങ്ങനെ പുറത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വന്ന് പറഞ്ഞത്, അതായത് അത് ഒലിവെണ്ണ, മണ്ണെണ്ണ, വെളിച്ചെണ്ണ ആർക്കും മേടിക്കാം. അതൊന്നും ഉടമ്പടി തൈലമല്ല, അമ്മമാതാവിൻ്റെതല്ല. അപ്പോൾ ഒരിക്കലും അതായത് അപ്പം നമ്മൾ അറിയണം ഇത് ഇങ്ങനെയാണ് ഉടമ്പടി തൈലം ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഉടമ്പടി കാശുരൂപം ഉണ്ടാക്കണം എന്നൊക്കെ അറിയണം. അപ്പം അതുകൊണ്ട് തന്നെ മക്കൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അത് ഇത് ഉടമ്പടി കാര്യം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വല്ല എണ്ണയും മേടിച്ച് അവിടെ ഇവിടെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ പറയും, അപ്പം നമ്മൾ ആൾക്കാർ കളിയാക്കും. കാര്യം ഫലം ഉണ്ടാകത്തുമില്ല, ഉടമ്പടി അല്ലാത്തതുകൊണ്ട് ഫലം ഉണ്ടാകത്തില്ല, അമ്മയ്ക്ക് എന്ത് ഉടമസ്ഥയില്ല. അപ്പോൾ മറ്റുള്ള പറയും നീ ഒലിമിതരണം തേച്ചിട്ട് എന്തായി എന്ന് ചോദിക്കൂ. അപ്പോൾ അത് അമ്മയ്ക്കും അത് അമ്മയുടെ പ്രവർത്തനത്തിനും അത് ഒരു ആക്ഷേപിക്കണ പോലെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ദൈവ ആക്ഷേപങ്ങൾക്ക് നിങ്ങളായിട്ട് കരുവാകരുതെന്ന് കാര്യം. ഇത് വളരെ സീരിയസ് ആയിട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലിട്ടെ. Lord Jesus Christ, pour out His Spirit. Lord Jesus Christ, pour out His Spirit. Touch your fire finger. Soak with the precious blood. Lord, infuse His Spirit. And with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless and hallow this race. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ, എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. മക്കൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ഉടമ്പടി ഏറ്റവും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാക്കുന്നതാണ് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം. അതുകൊണ്ട് തന്നെ മക്കൾ കൃത്യമായിട്ട് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ തന്നെ ചെയ്യണം. അത് അഭിമാനത്തോടെ ചെയ്യണം. ഞാൻ പ്രാർത്ഥിച്ച് രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ നാളെ ഞാൻ പത്രം കൊടുക്കാൻ പോവുകയാണ്, എന്നോട് പത്രം വാങ്ങിച്ച് വായിക്കുന്നവർ നിന്നെ അറിഞ്ഞിരിക്കണം. അല്ല ചില പൊട്ടകൾ ചെയ്യുവേ, പത്രം കൊടുത്താൽ അച്ഛനെ കാണാൻ പറ്റൂ. അപ്പം തന്നെ നിങ്ങളുടെ വിഷം പോയി. അച്ഛനെ കാണാനല്ലല്ലോ പത്രം കൊടുക്കണം. പത്രം കൊടുക്കണം എന്തിനാണ്? ജനങ്ങൾ കർത്താവിനെ അറിയാൻ വേണ്ടിയാണ്. അതിന് നമ്മൾ, നിങ്ങൾക്കറിയാവോ, പണ്ട് ഊളംപാറ വരെ ഞങ്ങൾ കൊണ്ടേ കൊടുക്കുമായിരുന്നു പത്രം. ഇവിടുന്ന് പ്രേക്ഷിതർ, അവർ പ്രേക്ഷിതർ പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ പത്രത്തേക്ക് തൊടാൻ തുടങ്ങിയത്. സത്യസന്ധമായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്താലേ ദൈവം ഇറങ്ങി വരും. അപ്പം പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ വേല ഒപ്പിച്ചൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആത്മാർത്ഥം പോകും. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ ഊളംപാരെ കൊണ്ട് പ്രാന്തന്മാർക്ക് കൊടുത്താൽ വായിക്കുക. അപ്പോൾ അവർ പറയും തൊടുകയെങ്കിലും ചെയ്യുമല്ല അച്ഛാ എന്ന് പറയും. അതാണ് അവരുടെ വിശ്വാസം. അതാ സംഭവം. ഈ 150-300 രൂപയാണ് കൊടുത്ത് വിടുന്നത് തിരുവനന്തപുരത്ത് പോകാം, ബാക്കി കയ്യിൽ നിന്ന് കാശിട്ടാണ് പോകുന്നത്. അങ്ങനെ കുറേ നാൾ ഇങ്ങനെ വേല ചെയ്തപ്പോൾ ദൈവത്തിന് മനസ്സിലായി ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ നിൽക്കണമെന്ന്. അങ്ങനെയാണ് ഈ പത്രത്തിനൊക്കെ ഇത്രയും പവർ വന്നത്. അപ്പം എൻ്റെ മക്കൾ, നിങ്ങൾ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ പത്രം കൊണ്ട് 10 പേര് നിന്നെ കാണാനിടയാകണം, നിൻ്റെ വചനം കേൾക്കാനിടയാകണം. എന്നിട്ട് നിൻ്റെ പത്രം വഴി വചനം കേൾക്കാൻ വരുന്ന ആൾക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ അവർ കൃപാസനത്തിൽ വരുമ്പോൾ ഒരു വചനമെങ്കിലും അവരെ തൊടണേ കർത്താവേ എന്ന്. ഒരു വചനമെങ്കിലും, ഒരു വചനം തൊട്ടാൽ മതിയേ, അത് കർത്താവിൻ്റെ തൊടലായിരിക്കും. ഒരു വചനം തൊട്ടാൽ മതി. അപ്പം നീ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ കൊടുക്കുന്ന പത്രം വായിച്ചിട്ട് കൃപാസനത്തിൽ വരുന്നവർ ഒരു വചനമെങ്കിലും നീ അവരെ തൊടിയിക്കണമേ, അവർക്ക് അനുഭവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം, അവർ ഈശോയെ വിശ്വസിക്കാൻ ഇടയാക്കണമേ. അങ്ങനെ നീ ഇരുന്ന് കണ്ണീരോടെ ഉരുകി പ്രാർത്ഥന കാണുമ്പോൾ നിൻ്റെ മകളുടെ അഡ്മിഷനും നിൻ്റെ കുടുംബത്തിൻ്റെ വരുമാനവും ഒക്കെ ദൈവത്തിന് നിസ്സാരമാണ്. നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കണതുകൊണ്ടാണ് ഈ കുഴപ്പം വരുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാരാകും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി സമാപനാശീർവാദത്തിന് ഒരുങ്ങുക. ദൈവം മക്കളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവ്, ഉടമ്പടിയെടുത്ത് അങ്ങയുടെ മക്കൾ, സ്വന്തം മക്കൾ ഇപ്പോഴും നിന്നെ കേട്ട് നിന്നെ സ്പർശിച്ച് നിൻ്റെ അനുഗ്രഹവും പ്രാപിച്ചു പോവുകയാണ് കർത്താവ്. അവർ അധികം അറിവില്ലാത്തവരുണ്ട്, ഒത്തിരി അനുഭവമില്ലാത്തവരുണ്ട്. അവരോടൊക്കെ നീ പ്രത്യേക കാരുണ്യം കാണിക്കണം. അവരുടെ വീട്ടിൽ നീ മാറരുത്. അവിടെ പോയാലും അവരെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ മനസ്സിടിക്കാനും പിശാച് അവർ വളം വെക്കുമ്പോൾ ദൈവമേ നിൻ്റെ ചൈതന്യം, നിൻ്റെ ദൂതനെ അവിടെ കാവൽ നിർത്തിക്കൊണ്ട് അവർ ഉടമ്പടി വിശ്വാസം പാലിച്ചുകൊണ്ട് അടയാളം കാണിച്ചുകൊണ്ട് കർത്താവ് കൂടുതൽ വിശ്വാസം കുറഞ്ഞവർക്ക് വലിയ വലിയ അടയാളം കാണിച്ച്
അവരെ നിലനിർത്തി ആശ്വസിപ്പിക്കണം. മനസ്സിൽ ഭയമുള്ളവർ, മനസ്സിൽ വേദനയുള്ളവർ, മനസ്സിൽ സംഭ്രമമുള്ളവർ, ഉത്കണ്ഠയുള്ളവർ, കർത്താവെ നിൻ്റെ ആശ്വാസത്തിൻ്റെ താണിപ്പെടുത്താറുന്ന അത്ഭുതകരത്താൽ ഇപ്പോൾ നീ സ്പർശിക്കണം. അവരെ ശക്തിപ്പെടുത്തണം, അവരെ ധൈര്യപ്പെടുത്തണം. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ, എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കട്ടെ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, സ്വരമുയർത്തി ബലമുയർത്തി യേശുവേന്ന് വിളിക്കട്ടെ. ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കുകയാണ്. നമ്മുടെ ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ കർത്താവേ, തൊഴിൽ രഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഭവനരഹിതരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, സുതാരമില്ലാതെ വിഷമിക്കുന്നവരെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സാമ്പത്തിക ഞെരുക്കത്തിൽ, മനോവിഷമത്തിൽ കഴിയുന്നവര്, ടെൻഷനിൽ കഴിയുന്നവര്, തൈറോയ്ഡ് രോഗത്തിൽ കഴിയുന്നവര്, ക്യാൻസർ രോഗത്തിൽ കഴിയുന്നവര്, കർത്താവ് എപ്പിലെപ്സി രോഗത്തിൽ കഴിയുന്നവര്, ഹൃദയ സംബന്ധമായ രോഗത്തിൽ കഴിയുന്നവര്, കർത്താവ് മൂത്രാശയ രോഗത്തിൽ കഴിയുന്നവര്, ഗർഭാശയ രോഗത്തിൽ കഴിയുന്നവര് ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും